അപ്പോഴേ നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോഴേ നമുക്ക് കുറച്ച് തക്കാളി കിട്ടി. അപ്പോൾ നമുക്ക് തക്കാളി വെച്ചിട്ടൊരു ചട്നി ഉണ്ടാക്കാം. നമ്മുടെ ചപ്പാത്തിക്കും അല്ലെങ്കിൽ ദോശയ്ക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നി. ഇത് ഉണ്ടാക്കി ഇച്ചിരി കൂടുതലുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്കത് സേഫായിട്ട് അടുത്ത ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം നമുക്ക് ആ ഒരു തക്കാളി ചട്നി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മുടെ എണ്ണ ഇച്ചിരി ഒഴിക്കാം. ഇപ്പം ഈ എണ്ണ ഒഴിക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. അത് നമ്മുടെ തണുപ്പിൻ്റെ കൂടുതൽ കൊണ്ട് നല്ലതായിട്ട് പിടിച്ചിരിക്കുക. ഇതിൽ നല്ല കട്ടയായിട്ട് വീഴുന്നത്. എന്നാലും നമുക്ക് കുറച്ച് എണ്ണ മതി ഇപ്പം. അതിന് ശേഷം നമ്മുടെ സവോള നമ്മൾ ഒരു മീഡിയം സൈസ് സവോള നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇട്ട് നമുക്കങ്ങോട്ട് വഴറ്റാം അല്ലേ. അതാണ് നമ്മുടെ ആദ്യത്തെ പണി. ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ തക്കാളി ചട്നി സെറ്റായെന്ന് തന്നെ നമുക്ക് പറയാം. ആദ്യം നമ്മൾ ആദ്യം ഇച്ചിരി കുറച്ച് വെക്കാം. അപ്പം ഇതിൻ്റെ തന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 വലിയ തക്കാളിയാണ്, പഴുത്ത തക്കാളി. ചൂടെടുത്തിട്ട് നല്ല പഴുത്ത തക്കാളി. അപ്പം ഇവനെ രണ്ടിനെ കൂടെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഇത് എപ്പോഴും ഇളകണമെന്നൊന്നുമില്ല, കാരണം ഇതിനകത്ത് നമുക്ക് നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വരുന്നൊരു സാധനമല്ലേ. അപ്പം അത് കാരണം എപ്പോഴും ഇളക്കിയില്ലെങ്കിലും ഇത് അടിക്കൊന്നും പിടിക്കത്തില്ല. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അപ്പം ഇത് ഇട്ടേച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം വേണേലും ചെയ്യാൻ പോകാം. അപ്പം അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. അപ്പം നമുക്കിത് ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. അപ്പം നമ്മുടെ തക്കാളിയിൽ അത്യാവശ്യം വെള്ളമൊക്കെ തോന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 2 നമ്മുടെ പച്ചമുളകും പിന്നെ 2-3 അല്ലി ചെറിയ വെളുത്തുള്ളിയും കൂടെ ഇട്ടേക്കാം. അപ്പോൾ ഇത് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട്. കാരണം ഇനി നമ്മൾ ചുമന്ന മുളക് പൊടിയും കൂടി ഇട്ടാലല്ലേ നമ്മുടെ ചട്നിക്ക് ഒരു കളറൊക്കെ വരത്തുള്ളൂ. അപ്പം അതുകൂടെ അനുസരിച്ചിട്ട് ഇടാവും. ഒത്തിരി പച്ചമുളക് ഇടില്ല. അതിൽ നിന്ന് നമുക്കിത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തേക്കാം. അപ്പം നമ്മുടെ ഈ ഇളക്ക് പരിപാടിയൊക്കെ അത്യാവശ്യം കഴിയാറായിരിക്കുകയാണ്. കാരണം എന്താ ഇപ്പം വലിയ വെള്ളമയമൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേജിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. കാരണം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അല്ലേ. അപ്പം നമ്മുടെ നമ്മൾ വഴറ്റിയ എല്ലാ സാധനവും കൂടെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയിലിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പം നമുക്ക് അതിനായിട്ട് നമ്മുടെ ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാക്കാം. നമ്മൾ സെയിം ചട്ടി തന്നെ എടുത്ത് വെച്ചാൽ മതി. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചെടുക്കാവേ. ഇപ്പം നമ്മളിത് കുറേ ദിവസത്തേക്ക് വെക്കാനാണെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടി വരും. അല്ല നമ്മൾ അന്നേരം എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വളരെ കുറച്ച് എണ്ണ എടുത്താൽ മാത്രം മതി. അപ്പം നമ്മൾ അതിനുള്ള എണ്ണ എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതല്ലേ നമ്മുടെ പയറിൻ്റെ പരിപ്പാണ്. ഇത് നമുക്ക് ഇതിന് പകരമായിട്ട് ഉഴുന്ന് പരിപ്പ് വേണം എടുക്കാം, കടലപ്പരിപ്പ് എടുക്കാം. അങ്ങനെ ഏത് പരിപ്പാണ് നമ്മുടെ ഇതിലുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ഇത് കൂടെ എടുക്കാം. അപ്പോൾ ഇത് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ എണ്ണയിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് ബാക്കിയൊക്കെ ഇതിൽ പറ്റി പിടിച്ചിരിക്കുക. നമുക്കതൊക്കെ ഇട്ടൊക്കെ ഇതിന് വെള്ളം. ഓക്കെ, പെട്ടെന്ന് തന്നെ അത് മൂത്ത് വരുന്നുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ പരിപാടി പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും അല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇനി ആദ്യം ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യം ഇടുമ്പോൾ ഇപ്പം ഇനി രണ്ടാമത് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കടുകാണ്. നമുക്കപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നമ്മൾ സാധാരണ ഇടുന്ന പോലെ ഒരു നുള്ളു കടുക് ഇടുക.
അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മാറ്റി കൊടുക്കുക. കടുകിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ കടുക് പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം, നമ്മുടെ പയർ വറുത്ത് വരുന്ന സൗണ്ട് കേൾക്കാം. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ പയറൊക്കെ നമുക്കങ്ങ് കരിഞ്ഞു അല്ലേ. അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുളക് പൊടി മതി, കൂട്ടത്തിൽ മഞ്ഞൾ പൊടി. അപ്പോൾ ഇവരെ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഇളക്കിക്കോണേ. ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല, വളരെ വേഗം ചെയ്യണം. ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള 2 പാർട്ടികളോടുണ്ട്. നമ്മുടെ കറിവേപ്പിലയും പച്ചമുളക്, അവർ രണ്ടുപേരും കൂടെ ഇട്ട്. കറിവേപ്പിലയാണ് നമ്മുടെ ചാടുന്നത് പൊട്ടുന്നത് അല്ലേ. അടിപൊളി. എൻ്റെ കണ്ണിലിപ്പോൾ കുറച്ച് വീഴുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനി നമ്മൾ നമ്മുടെ മെയിൻ സാധനം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തിളയ്ക്കുന്നുണ്ട് നല്ലത്. കൈകൊള്ളി അപ്പോൾ അത് ആ മുളകിലേക്ക് വീണപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി കിട്ടി. അപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഇനി വേണം നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിനി ഇതിലിരുന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം. നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം ഇതൊന്ന് അടച്ച് വെക്കട്ടെ. അപ്പം നമ്മൾ അടച്ച് വെച്ച ഈ നമ്മുടെ ടൊമാറ്റോ എങ്ങനെയുള്ളത് നോക്കാം. അടിപൊളി സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടി ഇട്ടേക്കാവേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ചേർക്കാം. അപ്പം നമ്മുടെ തക്കാളി ചട്നി സെറ്റായി. അപ്പം നമ്മുടെ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പും എരിയും ഒക്കെ കറക്റ്റ് ആണോ എന്ന് അല്ലേ. നമ്മുടെ ഇപ്പം ടേസ്റ്റ് എൻ്റെ കൈപൊള്ളി. അടിപൊളി. ഉപ്പ് കറക്റ്റ്, എരിയുണ്ട് നല്ലതായിട്ടല്ല, നമ്മുടെ ചമ്മന്തിക്കൊക്കെ വേണ്ടിയ ഒരു എരിയില്ലേ, ആ ഒരു ലെവലിലുള്ള എരിയുണ്ട്. പിന്നെ നമ്മൾ വറുത്തിട്ടിരിക്കുന്ന ആ ഒരു പയറുമണികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇങ്ങനെ കടിക്കാൻ പറ്റുന്നൊരു ഫീലുണ്ട്. അപ്പോൾ ഇത്രയും ഒരു എഫക്റ്റാണ് നമുക്ക് ഇതുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ തീ നിർത്താം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ്. മാത്രമല്ല ഇത് നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നത്തെ ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കാനും ഒക്കെ പറ്റും. ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ നല്ല കേടുകൂടാതെ നല്ല ഉപയോഗിക്കാൻ പറ്റുന്നൊരു ചട്നിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കൊള്ളുമെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ആയിട്ടിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള വീഡിയോകൾ ചെയ്യുമ്പോഴും നമുക്കറിയാൻ പറ്റുമല്ലോ ഏതൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഒക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day.